പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ന് പൊതുജനങ്ങളുടെ പ്രവേശനത്തിനായി തുറന്നു കൊടുക്കുന്ന ദിവസമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർക്കാണിതെന്ന് നമുക്കറിയാം. ഇന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ, മന്ത്രി കെ രാജൻ, മറ്റു ജനപ്രതിനിധികൾ എന്നിവരാണ് ആദ്യ സന്ദർശകരായി എത്തുക. സാരംഗ് ചേരുകയാണ് വിശദമായ വിവരങ്ങളുമായി. സാരംഗ്, ഗുഡ് മോർണിംഗ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നിതാ അത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്ന ആ ഒരു ദിവസമാണ് എത്തിയിരിക്കുന്നത്. അതിനൊരു ആകാംക്ഷ അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകും അല്ലേ? തീർച്ചയായും സിന്ധൂരി, വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഈ പുത്തൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം. അത് 2006-ൽ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഈ ഒരു പദ്ധതിക്ക് തുടക്കമിടുന്നത്. തുടർന്ന് 2016 കൂടിയിട്ടാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ ഇതിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത്. എന്തായാലും ഈ 331 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ സുവോളജിക്കൽ പാർക്ക്, അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തയ്യാറാക്കുന്നത്. ഈ പുത്തൂരിലെ തന്നെ ഈ മലയോര മേഖലയിൽ 336 ഏക്കറിലാണ് ഒരു വലിയ സമുച്ചയമായി തന്നെ ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ കഴിഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അത് നിർവഹിച്ചിരുന്നത്. ഇന്ന് ഈ പുത്തൂർ പാർക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. എന്തായാലും അല്പം സമയത്തിനകം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തും. തുടർന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ കെ രാജൻ ഉൾപ്പെടെയും മറ്റ് ജനപ്രതിനിധികളും ചേർന്നുകൊണ്ടാണ് ആദ്യത്തെ സന്ദർശനം നടത്തുന്നത്. എന്തായാലും വലിയ ആഘോഷത്തോടെയാണ് ഇത് പരിപാടികളൊക്കെ തന്നെയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. അതിൻ്റെ സമയക്രമം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഈ പാർക്കിൻ്റെ പ്രവർത്തന സമയം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസ് നിരക്ക് എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങൾക്ക് 100 രൂപ ഫീസും, അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും, പ്രൈമറി സ്കൂൾ തലം മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ്. അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള ആളുകൾക്കും സൗജന്യമാണ്. 4 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർക്ക് കാണാനെത്തുന്ന സന്ദർശകർക്ക് ഈ പാർക്ക് ചുറ്റി സഞ്ചരിക്കുന്നതിന് വേണ്ടി KSRTCയുടെ 2 ഇലക്ട്രിക്കൽ ബസ്സുകളും ഇന്നു മുതൽ ഓടിത്തുടങ്ങും. അതിനും ഒരു നിശ്ചിത ഫീസുണ്ട്. അത് നൽകിക്കൊണ്ട് ഈ പാർക്ക് മുഴുവൻ നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് തന്നെ ചുറ്റിക്കാണാവുന്നതാണ്. എന്തായാലും ഈ കിഫ്ബി ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ സമുച്ചയം തീർത്തുകൊണ്ട് സുവോളജിക്കൽ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനു മുന്നോടി തന്നെ, അതായത് ഓരോ നിർമ്മാണ ഘട്ടങ്ങളിലും തൃശ്ശൂരിലെ മൃഗശാലയിൽ, പണ്ടത്തെ മൃഗശാലയിൽ നിന്ന് 400-ലധികം മൃഗങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നുള്ള മൃഗങ്ങളെയും എത്തിച്ചിരുന്നു. ഇനി കുറച്ചുകൂടി വിദേശത്ത് നിന്നുള്ള മൃഗങ്ങളെ എത്തിക്കാനുണ്ട്. അതിൻ്റെ നടപടികളൊക്കെ തന്നെയും വൈകാതെ തന്നെ ആരംഭിക്കും. അതുപോലെ തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പുരോഗമിക്കുന്നുണ്ട്. ഓരോ ഘട്ടമായിട്ടുള്ള നിർമ്മാണങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാർക്ക് ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷമാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഒരു കാത്തിരിപ്പായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഈ സുവോളജിക്കൽ പാർക്ക്. കാരണം അത്രമാത്രം അന്താരാഷ്ട്ര നിലവാരത്തിൽ രാജ്യത്തുള്ള, ലോകത്തുള്ള എല്ലാ ആളുകളെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ആകർഷണീയമായ രീതിയിലാണ് ഈ പാർക്കിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഇടങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പുനർക്രമീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു പുനഃസൃഷ്ടിച്ചുകൊണ്ടാണ്, യഥാർത്ഥ ആവാസ വ്യവസ്ഥയെ പുനർസൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ മൃഗങ്ങളെ പാർപ്പിക്കുന്നത്. ഓരോ മൃഗങ്ങൾക്കും അവയുടേതായ ഇടങ്ങൾ തീർത്തുകൊണ്ട് അവയുടെ ഇത്തരത്തിൽ ആവാസ വ്യവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. എന്തായാലും അല്പം സമയത്തിനകം തന്നെ ഈ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. മന്ത്രിമാരെത്തി തുടങ്ങുന്നു. അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഈ കാഴ്ചക്കാരായിട്ടുള്ള ജനങ്ങളും ഒക്കെ എത്തിത്തുടങ്ങുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. സിന്ധൂരി. അതെ സാരംഗ്, നമ്മുടെ പ്രേക്ഷകരും ബാബു TS ഒക്കെ പറയുന്നുണ്ട് ഈ വെക്കേഷന് കുട്ടികളുമായിട്ട് അവിടേക്ക് എത്തുവാൻ തയ്യാറായിരിക്കുകയാണ് ഓരോരുത്തരും. കാരണം നമുക്കറിയാം, ഇപ്പോൾ സാരംഗ് പറഞ്ഞതുപോലെ തന്നെ ആ ഓരോ മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥയോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന സുവോളജിക്കൽ പാർക്ക് അതൊരു കാഴ്ചയ്ക്ക് മാത്രമല്ല, ഒരു പഠന കേന്ദ്രം കൂടിയാകുകയാണ്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് അല്ലേ. എന്തായാലും ഈ വെക്കേഷന് അവിടെയുള്ള എല്ലാ ജനങ്ങളും, മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരെ ആളുകൾ ഈ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും സിന്ധൂരി, അങ്ങനെ തന്നെയാണ്. ലോകോത്തര നിലവാരത്തിലുള്ള ഒരു സുവോളജിക്കൽ പാർക്കാണ്. അതുകൊണ്ട് തന്നെ അതൊരു പഠന ഗവേഷണ കേന്ദ്രം കൂടിയാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഏറെ ആകർഷണീയമാണ്. കാരണം മൃഗങ്ങൾ
തൃശ്ശൂർ പാർക്കിനെ അപേക്ഷിച്ച് കൂടുതൽ മൃഗങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇനി അവധിക്കാലമൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് അതൊരു ഉല്ലാസത്തിൻ്റെ നാളുകളൊക്കെ ആക്കാനായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഉദ്ഘാടനം, അതായത് രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയതിൻ്റെ അല്ലെങ്കിൽ തുറന്ന് കൊടുക്കുന്നതിൻ്റെ ഉദ്ഘാടനം അല്പം സമയത്തിനകം തന്നെ നടക്കും. ശരി.